ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. UAE താമസ സ്ഥലങ്ങളിലെ അനധികൃത തിരക്ക് തടയുന്നതിനായി കർശന നടപടികളുമായി രംഗത്ത്. നിയമാനുസൃതമായി അംഗീകൃതമായതിലധികം ആളുകൾ താമസിക്കുന്നതായി കണ്ടെത്തിയാൽ 10 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടാതെ അനധികൃത തിരക്കുള്ള വീടുകൾ കണ്ടെത്താൻ പ്രത്യേക സംഘം രൂപീകരിച്ച് ഇത്തരം വീട്ടുടമമാരുടെയും വാടകയ്ക്ക് താമസിക്കുന്നവരുടെയും പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും. കൂടാതെ സുരക്ഷാപരമായതും ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായ താമസ സംവിധാനം ഉറപ്പാക്കുക എന്നതാണ് ഈ നടപടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതേസമയം അബുദാബിയിലെ മുനിസിപ്പാലിറ്റികളുടെയും ഗതാഗത വകുപ്പുകളുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന പേരിൽ റെസിഡൻഷ്യൽ ഓവർക്രൗഡ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ക്യാമ്പയിനും തുടരുകയാണ്. എമിറേറ്റിലുടനീളമുള്ള ജീവിത നിലവാരം ഉയർത്തുന്ന സുരക്ഷിതമായ ജീവിത അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനും തിരക്ക് പരിമിതപ്പെടുത്തുന്നതിനും പ്രോപ്പർട്ടികളും റെസിഡൻഷ്യൽ യൂണിറ്റുകളും നിയന്ത്രിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അടിവരയിടുക എന്നതാണ് ഈ സംരംഭം കൊണ്ട് ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് പരിശോധന നടത്തിവരുന്നത്. കൂടാതെ തർഫുകൾ, മസ്താർ, മുസഫ തുടങ്ങിയ തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളായ മേഖലകളിലാണ് കർശന പരിശോധന നടത്തുന്നത്. മുന്നറിയിപ്പ് നൽകാതെയാണ് ഈ സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കായി അധികൃതർ എത്തുന്നത്. അതുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങളും ജനസാന്ദ്രതാ നിയന്ത്രണങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റി ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത്. പാർപ്പിടങ്ങൾ കൂടുതൽ സുരക്ഷിതവും ആരോഗ്യപരമായും ക്രമമുള്ളതും ആക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. കൂടാതെ വ്യാജ വാടക ഉടമ്പടികൾ, അനധികൃത ഷെഡുകൾ, കൂട്ടത്തോടെയുള്ള താമസ സൗകര്യങ്ങൾ എന്നിവയും പരിശോധിക്കും. UAEയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് എമിറേറ്റ് സൊസൈറ്റി ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ രംഗത്ത്. ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ, ഓട്ടോമൊബൈൽ മേഖലകളിൽ ആകർഷകമായ ഡീലുകൾ വാഗ്ദാനം ചെയ്യുന്ന വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകി. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വഴി വ്യാപകമായ തട്ടിപ്പുകൾ നടന്നതായി പരാതി ഉയർന്നതോടെയാണ് ഈ കാര്യത്തിൽ അധികൃതർ മുന്നറിയിപ്പ് നൽകിയത്. അടിയന്തരമായി A പോസിറ്റീവ് പ്ലാസ്മ, O പോസിറ്റീവ് പ്ലേറ്റ്ലെറ്റ്, വിവിധ ഗ്രൂപ്പ് രക്തം എന്നിവ ആവശ്യമുണ്ടെന്ന് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു. ഈ വിഭാഗത്തിൽപ്പെട്ടവർ ബോഷറിലെ ബ്ലഡ് ബാങ്ക് ആസ്ഥാനത്തെത്തി രക്തം ദാനം ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെടുകയുണ്ടായി. ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും രക്തം ആവശ്യമായിട്ടുണ്ട്. ബോഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേരിട്ടെത്തി രക്തദാനം നടത്താം. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 94555648 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒമാനിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവരിൽ 13,944 തീർത്ഥാടകർ നടപടികൾ പൂർത്തിയാക്കിയതായി ഒമാനി ഹജ്ജ് മിഷൻ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം 14,000 ഒമാന്റെ ഹജ്ജ് ക്വാട്ട. ഇതിൽ 13,530 ഒമാനികളും 235 അറബ് താമസക്കാരും 235 അറബ് ഇതര താമസക്കാരും ഉൾപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നാണ്, 24%. ഓരോ ഗവർണറേറ്റിലെയും ജനസംഖ്യ കൂടി പരിഗണിച്ചാണ് തീർത്ഥാടകർക്ക് അവസരം നൽകിയിരിക്കുന്നത്. 19%വുമായി വടക്കൻ ബാത്തനെയാണ് തൊട്ടടുത്ത്. ഏറ്റവും കുറവ് തീർത്ഥാടകർ മുസന്തം ഗവർണറേറ്റിൽ നിന്നാണ്. പ്രായം, കുടുംബ അവകാശം, മഹ്റം, സഹയാത്രികർ, ആവർത്തിച്ചിട്ടുള്ള അപേക്ഷകൾ, ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, മരിച്ച വ്യക്തിയുടെ പേരിൽ എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അപേക്ഷകരിൽ നിന്നും വിശുദ്ധ കർമ്മത്തിനായി ആളുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 30നും 45നും ഇടയിൽ പ്രായമുള്ള 39% ഹജ്ജിന് അവസരം ലഭിച്ചവർ. തീർത്ഥാടകരിൽ 63% പേർ വിമാനമാർഗവും 37% തീർത്ഥാടകർ റോഡ് വഴിയുമാണ് ഹജ്ജിനായി പോവുക. ഈ വർഷം റോഡ് മാർഗം ഹജ്ജിന് പോകുന്നവർക്ക് 1417 റിയാലാണ് ശരാശരി ചെലവ് വരുന്നത്. വിമാനമാർഗം പോകുന്നവർക്ക് ചെലവ് 2063 റിയാലും വരും. അടുത്ത ദിവസങ്ങൾ മുതൽ ഒമാനിൽ നിന്നുള്ള ഹാജിമാർ പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കും. ഹജ്ജ് മിഷൻ സംഘമാണ് ആദ്യമായി സൗദിയിലേക്ക് തിരിക്കുന്നത്. ഹാജിമാരുടെ ഒരുക്കങ്ങൾ സംഘം വിലയിരുത്തും.
സൂർ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റിന്റെ വിശ്വാസവഞ്ചനയ്ക്കെതിരെ വീണ്ടും രക്ഷിതാക്കൾ ഭീമഹർജി നൽകി. 50-ലധികം രക്ഷിതാക്കൾ ഭീമഹർജി സമർപ്പിക്കാനായി എത്തിച്ചേർന്നിരുന്നു. തുടർച്ചയായ 3-ാം വർഷവും ഫീസ് വർദ്ധിപ്പിച്ചാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഈ വർഷം 2 റിയാലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സൂറിലെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയർന്ന ഫീസ് നൽകി കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ പ്രയാസമായതുകൊണ്ട് തന്നെ ഇതിനെതിരെ രക്ഷിതാക്കൾ നേരത്തെ ഭീമഹർജി നൽകിയിരുന്നു. തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് രക്ഷിതാക്കളുമായി ഏപ്രിൽ 30 രാത്രി കൂടിക്കാഴ്ച നടത്തി. ഏകദേശം 250-ലധികം രക്ഷിതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് മാനേജ്മെന്റ് 1 റിയാൽ ഫീസ് കുറയ്ക്കാം എന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ രക്ഷിതാക്കൾ കൂട്ടിയ ഫീസ് പൂർണ്ണമായും കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട സാഹചര്യത്തിൽ രക്ഷിതാക്കളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫിനാൻസ് സബ് കമ്മിറ്റി രൂപീകരിക്കാമെന്നും ആ ഫിനാൻസ് കമ്മിറ്റിയുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത് ഫീസ് വർധനവ് പരിഗണിക്കാമെന്നും അതുവരെ ഫീസ് വർധനവുണ്ടാകില്ല എന്നും സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് സമ്മതിക്കുകയും തത്വത്തിൽ അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അക്കാദമിക് വിഷയങ്ങളിലും പുസ്തകങ്ങളുടെ ഗുണനിലവാരം, ഉയർന്ന വില, ഇപ്പോൾ നടക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുമായും സ്കൂൾ ഗ്രൗണ്ട് പരിപാലനത്തിന്റെ ഉയർന്ന ചെലവ് സംബന്ധിച്ചും എല്ലാം രക്ഷിതാക്കൾ ആശങ്ക അറിയിക്കുകയും അതിനെല്ലാം മറുപടിയും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി BOD നിർദ്ദേശം അനുസരിച്ച് കൂട്ടിയ ഫീസ് കുറയ്ക്കില്ല എന്നൊരു അറിയിപ്പ് മാത്രം നൽകിക്കൊണ്ട് ഏപ്രിൽ മാസത്തെ ഫീസ് അടയ്ക്കാത്തവർക്ക് പിഴ ഉൾപ്പെടെ അടങ്ങിയ ഫീസ് സ്ലിപ്പ് അയക്കുകയായിരുന്നു. പുതിയ സർക്കുലറിലൂടെ രക്ഷിതാക്കളെ വഞ്ചിച്ചിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. ഇതിനെതിരെ രക്ഷിതാക്കൾ വീണ്ടും ഭീമഹർജി നൽകുകയും ഫീസ് വർധനവ് പിൻവലിക്കണമെന്നും ഉന്നയിച്ച വിഷയങ്ങളിൽ കൃത്യമായ മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ടു. യോഗങ്ങളിൽ ഉൾപ്പെടെ രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന ഒരു വിഷയങ്ങളിലും മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ പ്രതികരണം ലഭിക്കാത്ത അവസ്ഥയാണ്. സ്കൂൾ പ്രിൻസിപ്പലാണ് എല്ലാ വിഷയങ്ങളിലും മറുപടി നൽകുന്നതും യോഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും. സ്കൂൾ മാനേജ്മെന്റ് മൗനം വെടിഞ്ഞ് രക്ഷിതാക്കളുടെ പ്രശ്നങ്ങൾ ഇനിയെങ്കിലും പഠിക്കാനും പരിഹരിക്കാനും തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കൾ. നാട്ടിലെ അവധിക്കാലം പ്രവാസികൾക്കൊപ്പം കഴിയാനെത്തിയ കുടുംബങ്ങളുടെ തിരിച്ചുപോക്ക് അവതാളത്തിൽ. ഒമാനിൽ അവധിക്കാലം ആരംഭിക്കുന്നതിനാൽ നിരക്ക് കുത്തനെ ഉയർത്തി വിമാനക്കമ്പനികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബലിപെരുന്നാൾ കൂടി എത്തുന്നതിനാൽ ജൂൺ ആദ്യവാരം കഴിഞ്ഞ് മാത്രമാണ് നിരക്ക് കുറയുന്നത്. കേരളത്തിൽ സ്കൂളുകൾ ജൂൺ 2 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. നാട്ടിൽ മാർച്ച് അവസാനത്തോടെ സ്കൂളുകൾ അടച്ചതിന് പിന്നാലെ നിരവധി പ്രവാസി കുടുംബങ്ങളാണ് പ്രവാസികൾക്കരികിലേക്ക് എത്തിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പ്രവാസി കുടുംബങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെത്തിയിരുന്നു. ഇവരെല്ലാം തന്നെ നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. ഈ ഘട്ടത്തിലാണ് വിമാന കമ്പനികൾ 3 ഇരട്ടി വരെ നിരക്കുകൾ ഉയർത്തിയിരിക്കുന്നത്. സാഹചര്യം മുൻകൂട്ടി കണ്ട് നേരത്തെ ടിക്കറ്റ് എടുത്തവർക്ക് അല്പം ആശ്വാസം ലഭിക്കും. ചിലർ ഇതിനോടകം തന്നെ നാടുകളിലേക്ക് മടങ്ങിയിട്ടുമുണ്ട്.